കേട്ടാ മതി. ചില പള്ളിയിലൊക്കെ ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോ, പ്രത്യേകിച്ച് കുർബാന കൊടുക്കുന്ന സമയത്ത്, കുർബാന കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചില പെൺകുട്ടികൾ വന്ന് നിൽക്കുമ്പോൾ കുർബാന കൊടുക്കാനും തോന്നാറില്ല, ഇതുങ്ങളെ പള്ളിയിൽ നിർത്താനും തോന്നാറില്ല. കാരണം മറ്റൊന്നുമല്ല, ഒന്നെങ്കിൽ ഒരു ജീൻസ്, ഇല്ലെങ്കിൽ പാൻസ്, ഷർട്ട്, ബനിയൻ, ഇതിലേതെങ്കിലും ഒന്നിടും. എന്നിട്ട് കയ്യിൽ ഒരു മൊബൈലും കാണും, ഒരു ടവലും കാണും. ആ തലമുടി ഒന്ന് ചീമ്പി പോലും ഒരു റിബൺ ഇട്ട് കെട്ടിവെച്ചിട്ടില്ല, അതും പറപ്പിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് വലിയ ആരെയോ കാണിക്കാനായിട്ട് വന്നിങ്ങനെ നിപ്പുണ്ട്. എന്തിനാ ആ സാധനം പള്ളി വന്നേക്കണേന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്റെ ചോദ്യം ഇതാ ഇവിടെ ഇരിക്കുന്ന സ്ത്രീ മക്കളോട്. ആൺകുട്ടികൾ ഇടുന്ന ജീൻസും പാൻസും ഷർട്ടും ബനിയനും ഇടാൻ കത്തോലിക്ക സഭ നിനക്ക് അനുവാദം തരുന്നുണ്ടോ? ഉണ്ടോ? പോട്ടെ, കത്തോലിക്ക സഭ ഇച്ചിരി നീക്കിയിരുത്തുക. പരിശുദ്ധ ബൈബിൾ നിനക്ക് അനുവാദം തരുന്നുണ്ടോ? എന്താ ഇതിനെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത്? നിയമാവർത്തന പുസ്തകം 22-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം എന്ന് കേട്ടേക്കണേ. നിയമാവർത്തന പുസ്തകം 22-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം പഠിപ്പിക്കാണ്. സ്ത്രീ പുരുഷന്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വസ്ത്രം അണിയരുത്, അപ്രകാരം ചെയ്താൽ അവർ ദൈവത്തിന് നിന്ദ്യരാ. ദൈവത്തിന് നിന്ദ്യരായി തീർന്നിട്ട് പള്ളി വന്ന് കയറി കരം കുപ്പി പിടിച്ച അമ്മയെക്കാളും കൂടുതൽ ഭക്തി കാണിച്ച കൃപ കിട്ടുമോ? ചിന്തിച്ചേ. ഇന്ന് അനേകം പെൺകുട്ടികളുടെ വരവ് എങ്ങനെയാ? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോ ആൺമക്കൾ ഇന്ന് എന്നോട് ഈ യൂത്തിനൊക്കെ ക്ലാസ് എടുത്തിട്ട് അല്ലെങ്കിൽ ധ്യാനം കഴിഞ്ഞിട്ട് വരുമ്പോൾ പല ആൺമക്കളും എന്നോട് പറയുന്നുണ്ട്, അച്ഛാ നല്ല തീരുമാനം ഈ ധ്യാനത്തിലൂടെ എടുത്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേക്കും കാണുന്നത് അർത്ഥനഗ്നത കാണുന്ന വസ്ത്രമിട്ട് പെൺകുട്ടികൾ പോകുമ്പോൾ അറിയാതെ പ്രലോഭനം കയറി പാപത്തിൽ വീണു പോകും അച്ഛാ ഞങ്ങള്. മക്കളെ, വചനം എന്താ ഇതിനെക്കുറിച്ചും പഠിപ്പിക്കുന്നേ? ദുഷ്പ്രേരണ ആരുമൂലമുണ്ടാകുന്നവോ അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടിയിട്ട് കടലിന്റെ ആഴത്തിൽ കൊണ്ടി തള്ളുന്നതാ. ഇവിടെ ഒരപ്പച്ചനോ ഒരു യുവാവോ പരിശുദ്ധ ദേവാലയത്തിൽ ബലിയർപ്പിക്കാനായിട്ട് ദേവാലയത്തിന്റെ ഉള്ളിൽ ചെന്നപ്പോൾ തൊട്ടപ്പുറത്തെ സൈഡിലോ ഫ്രണ്ടിലോ നിൽക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ പെൺകുട്ടി ആ അപ്പച്ചനും ആ യുവാവിനും ആകർഷണം കൊടുക്കുന്ന രീതിയിൽ അർത്ഥനഗ്നത കാണുന്ന വസ്ത്രം ഇട്ടുകൊണ്ടാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ അവർക്ക് പരിശുദ്ധ ബലിപീഠത്തിൽ നോക്കാൻ പോലും പറ്റാതെ നിന്നിലേക്ക് മാത്രം ശ്രദ്ധ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നീയാ പാപഹേതു. വചനം പഠിപ്പിക്കുന്നു, നിന്റെ കഴുത്തിൽ തിരികല്ല് കെട്ടിയിട്ട് കടലിന്റെ ആഴത്തിൽ കൊണ്ട് നള്ളുന്നത് നല്ലത്. ഞാൻ ഓർക്കുക മക്കളെ, നിങ്ങളുടെ ഏറ്റവും നല്ലൊരു വസ്ത്രമുണ്ട്, ചുരിദാർ, നല്ല വസ്ത്ര. പക്ഷെ ഇപ്പൊ എന്താ പറ്റിയേക്കണേ? അതിന്റെ അത്തേലേക്ക് സാത്താൻ കയറിട്ട് ആ ഷോൾ എടുത്തിട്ട് ഒറ്റ ഏറാ. ഇന്ന് ഷോളില്ല, നടക്കുക, കാണ. രണ്ടാമത് അതിലേക്ക് സാത്താൻ കയറിട്ട് ആ സൈഡ് അങ്ങോട്ട് വെട്ടാൻ തുടങ്ങി. ഞാൻ പറയണ്ടല്ലോ നീ എവിടം വരെ ആയിരിക്കുന്ന. ഇപ്പൊ മൂന്നാമത് അതിലേക്ക് സാത്താൻ കയറിട്ട് അതിന്റെ ബോട്ടം ഏതൊക്കെ രീതിയിൽ ബനിയം പരുവത്തിലാക്കോ അത്രയും പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ചിന്തിച്ചു നോക്കിക്കേ മക്കളെ, നിങ്ങൾ ആ ചുരിദാറിൽ നല്ല വസ്ത്രത്തിൽ 3 മാറ്റം വരുത്തി. ഒരു ഗുണം കാണിച്ചു തരാമോ? ഒരു ഗുണം ഞാൻ 10 തിന്മ അതിലെ കാണിച്ചു തരാം. ആൺകുട്ടികൾക്കും അപ്പച്ചന്മാർക്കും ഇതുപോലെ ഉതപ്പ് കൊടുക്കുന്ന വസ്ത്രമിട്ട് പരിശുദ്ധ ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ പോയ കൊച്ചെ, അനുഗ്രഹത്തിന് പകരം ശാപം. അല്ലാതെ വീട്ടിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എന്നിട്ട് എന്റെ വിവാഹം നടക്കുന്നില്ല അച്ഛാ, എനിക്ക് ഇന്റർവ്യൂവിന് കിട്ടുന്നില്ല അച്ഛാ, എനിക്ക് ആ പ്രശ്നം അച്ഛാ, എന്റെ കുടുംബത്തിൽ എന്നും പ്രശ്നം അച്ഛാ. എന്തുകൊണ്ട്? നീ ഇട്ടിരിക്കുന്ന വസ്ത്രം എപ്രകാരം. കഴിഞ്ഞ വർഷം ഞാൻ ഒരു ആദ്യ കുർബാന സ്വീകരണത്തിന് പോയി, ആലപ്പുഴ സൈഡിലാ. എന്നോട് പറഞ്ഞു, അച്ഛൻ വീട്ടിൽ വന്ന് എന്റെ കൊച്ചിനെ പ്രാർത്ഥിച്ചിറക്കണം. ഞാനോർത്ത് നാട്ടിലെ സംഭവം ഇല്ലോ ആയിരിക്കും ഓർത്ത് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഈ കൊച്ചു മാത്രം ഒരുങ്ങിയിട്ടില്ല, ബാക്കി എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഞാൻ ഈ അമ്മയോട് ചോദിച്ചു, ഈ കൊച്ചിനെ ഇവിടെ ഞങ്ങൾ മേടിച്ച വസ്ത്രം ഇടില്ല അച്ഛാ. ഞാൻ കൊച്ചിന് ഒരു ഉപദേശമൊക്കെ കൊടുത്ത് ഒരു ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് ഞാൻ ആ കൊച്ചിനെ അമ്മയുടെ കൈ കൊടുത്ത് പെട്ടെന്ന് ഒരുക്കി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ നടുക്കത്തെ മുറി പ്രാർത്ഥിക്കാനായിട്ട് നിന്നപ്പോൾ ഈ കൊച്ചിനെ ഒരുക്കിക്കൊണ്ട് അമ്മ ഇങ്ങോട്ട് വന്നു. കണ്ടപ്പോൾ ഞാൻ കൊച്ചിനെ ഒരു നോട്ടം, കൊച്ചെന്നെ ഒരു നോട്ടം. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ രണ്ടുപേരും ചൂളി നിന്നു. കാരണം എന്നറിയാമോ? അർത്ഥനഗ്നത കാണുന്ന ഒരു വസ്ത്രമാ ആദ്യ കുർബാനയ്ക്ക് അമ്മ കൊച്ചിനെ മേടിച്ചിട്ട് കൊടുത്തേക്കണേ. എന്റെ ചോദ്യവും ചിന്ത ഇത്രേ മാത്രമേ ഉള്ളൂ. അമ്മയുടെ ലക്ഷ്യം എന്താ? ഈ കൊച്ച് ഏറ്റവും ഒരുക്കത്തോടും യോഗ്യതയോടും കൂടി ഈശോയെ സ്വീകരിക്കണമെന്നതാണോ? അതെയോ
4 പേരെന്റെ കൊച്ചിനെ കാണണം, ശ്രദ്ധിക്കണം. അമ്മയുടെ ലക്ഷ്യം എന്താ? മക്കളെ, നിങ്ങൾ ഒരു കടയില് നിന്റെ കൊച്ചിന് വസ്ത്രം മേടിക്കാനായിട്ട് കയറുമ്പോൾ നിന്റെ ലക്ഷ്യം എന്താ? എന്റെ കൊച്ചു 4 പേരാൾ കാണപ്പെടണം, അതെയോ എന്റെ ഈശോ ഇതിൽ സംപ്രീതനാകണം. ഒരു അബോർഷൻ ചെയ്യുന്ന ഡോക്ടറിന്റെ വാതിലിന്റെ തൊട്ടടുത്ത് അപ്പനും അമ്മയും ഒരു പെൺകൊച്ചും ഒരാൺകൊച്ചും നിപ്പാ. ജീസസ് യൂത്തിലുള്ള ഒരു പെൺകൊച്ചിനെ മനസ്സിലായി ഇതൊരു അബോർഷൻ കേസാ വന്ന് നിൽക്കണേന്ന്. ഒരു 4-5 പേര് അപ്പുറം ഇപ്പുറം മാറി നിൽക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ജീസസ് യൂത്തിലുള്ള പെൺകൊച്ചി എന്നാ ചെയ്തെന്നറിയാമോ? ഒരു ബഹളവും ഒച്ചപ്പാടും ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് അപ്പച്ചന്റെ കാലിലേക്ക് വീണ് ഒരു കരച്ചിലം കൊണ്ട് നടത്തി. ആളുകളൊക്കെ പെട്ടെന്ന് കൊണ്ട് ഓടിക്കൂടാൻ തുടങ്ങി. നിലത്ത് കിടക്കുന്ന കൊച്ചിനെ തട്ടിയിട്ട് ചോദിച്ചു, നീ എന്തിനാ ഇവിടെ കിടന്ന് കരകണേ? ഈ പെൺകൊച്ചു പറഞ്ഞു, എഴുന്നേറ്റിട്ട് പറഞ്ഞു, ദാ ഒന്ന് കൊച്ചിനെ കൊല്ലാനല്ലേ നിങ്ങൾ കൊണ്ടുവന്നേക്കണേ, കൊല്ലരുത്, ഒന്ന് പ്രസവിച്ച് തന്നാ മതി. ഈ അപ്പൻ ആ കൊച്ചിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, മോളെ നീ പറഞ്ഞത് സത്യമാ, എന്റെ മകളുടെ ഉദരത്തിൽ ഒരു കൊച്ചു കിടപ്പുണ്ട്, അവളെ കൊല്ലാൻ തന്നെയാ ഇവിടെ കൊണ്ടുവന്നേക്കണേ. പക്ഷെ നിനക്കറിയാമോ ആ കൊച്ചിന്റെ ഉത്തരവാദി ആരാന്ന്? തൊട്ടപ്പുറം നിൽക്കണ സ്വന്തം ആങ്ങളാ. ഈ ആങ്ങളനെ എന്റെ അടുത്താ സംസാരിക്കാൻ കൊണ്ടുവന്നേ. ഞാൻ അവനോട് ചോദിച്ചു, എടാ എന്തു പോക്കിരിത്തരാ നീ കാണിച്ച്? അവൻ എന്നോട് പങ്കുവെച്ച വിഷമം ഇതാ, അച്ഛാ രാവിലെ പപ്പയും അമ്മയും ജോലിക്ക് പോകും, പിന്നെ ഞാനും ചേച്ചി മാത്രമേ വീട്ടിലുള്ളൂ. ചേച്ചി വീട്ടിലൂടെ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു ചെറിയ നിക്കറും ഒരു ബനിയനും. സ്വന്തം ആങ്ങളയ്ക്കും സ്വന്തം അപ്പനും പോലും കുടുംബത്തിൽ പ്രലോഭനം കൊടുക്കുന്ന മക്കളാണ് ഈ കാലഘട്ടത്തിന്റെ പെൺകൊച്ചെങ്കിൽ ആ പെൺകൊച്ച് പള്ളി വന്ന എന്റെ തമ്പുരാൻ സ്വീകരിക്കോ മക്കളെ ബലി? ചിന്തിച്ചു നോക്കിക്കോ. കഴിഞ്ഞ ദിവസം ഒരു സംഭവം കൂടി പറയാം. കഴിഞ്ഞ ദിവസം ഒരു